ഗസ സിറ്റിയിലേക്ക് കടന്നുകയറി ഇസ്രയേൽ സേന കൊടും ക്രൂരത തുടരുന്നു. ഇന്ന് മാത്രം 43 പേരെയാണ് കൊലപ്പെടുത്തിയത്. വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ അതിക്രമം തുടരുകയാണ്. ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഉപാധികൾ കടുപ്പിച്ചു. ബന്ദികളെ ഒരുമിച്ച് കൈമാറിയാൽ യുദ്ധവിരാമത്തിന് ഇസ്രയേലിനെ പ്രേരിപ്പിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപുമായുള്ള ചർച്ചയ്ക്ക് നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. യമനിലെ സനാക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നിരവധി മരണം. ഇസ്രയേൽ ആക്രമണ ഭീഷണിയെ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗ്ലോബൽ ഫ്ലോട്ടിലേക്ക് അകമ്പടിയായി സ്പെയിനും ഇറ്റലിയും യുദ്ധക്കപ്പലുകൾ അയച്ചു. MCA നാസർ ചേരുന്നുണ്ട്. നാസർ, പുതിയ ഉപാധി വെക്കുന്നു, ഉപാധികൾ കൂടുതൽ കടുപ്പിക്കുന്നു അമേരിക്ക എന്നുള്ളതാണ്. പക്ഷേ അത് അംഗീകരിക്കുക ഹമാസ് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? എങ്ങനെയായിരിക്കും ഇനിയുള്ള ചർച്ചകൾ നടക്കുന്നത്? നെതന്യാഹു അമേരിക്കയിലേക്ക് പോവുകയാണല്ലോ വീണ്ടും. തീർച്ചയായിട്ടും ഏറ്റവും നിർണായകമായിട്ടുള്ള ചില ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു കരാറിലേക്ക് എത്തുമെന്ന സൂചനകൾ അമേരിക്കൻ നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ ഈ കരാറിലേക്ക് എത്തുമെന്ന ആ സൂചന നൽകുമ്പോൾ തന്നെ കൃത്യമായിട്ടും ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് ട്രംപും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബന്ദികളെ ഒരുമിച്ച് തന്നെ കൈമാറണം, അതോടൊപ്പം തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. ഈ രണ്ട് ഉപാധികൾ തീരുമാനിക്കുകയാണെങ്കിൽ, അത് അംഗീകരിക്കുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു പ്രേരണ തങ്ങൾ ചെലുത്തുമെന്നാണ് ട്രംപ് ഇന്ന് വൈകിട്ട് നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 2 ദിവസം മുമ്പ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ മുസ്ലിം നേതാക്കളുമായി ട്രംപ് പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 21 പദ്ധതികളാണ് ഈ മുസ്ലിം നേതൃത്വത്തിന് മുമ്പാകെ ട്രംപ് ഭരണകൂടം സമർപ്പിച്ചിരിക്കുന്നത്. അത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതും പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനവും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ ഈ 21 പദ്ധതികളാണ് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയിൽ ഈ ബന്ദികളെ പൂർണ്ണമായിട്ടും കൈമാറാൻ ഹമാസിനെ പ്രേരിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഹമാസിനെ തീർത്തും ഇല്ലാതാക്കുന്ന, ഹമാസിന് ഒരുവിധ പങ്കാളിത്തവും ഭാവി സർക്കാരിലോ ഭാവി നീക്കങ്ങളിലോ ഉണ്ടാകാത്ത വിധത്തിൽ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇസ്രായേലിന് വേണ്ടി തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പരിമിതി എന്നത് പലസ്തീൻ പ്രാതിനിധ്യം ഈ ചർച്ചകളിൽ ഒരിക്കൽ പോലും ഉണ്ടാകുന്നില്ല എന്നതാണ്. കാരണം ഈ മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കളുമായിട്ടൊക്കെ ട്രംപ് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും അതിൽ പലസ്തീൻ പ്രാതിനിധ്യം, ഏറ്റവും ചുരുങ്ങിയത് പലസ്തീൻ അതോറിറ്റിയുടെ അമേരിക്ക പോലും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ പലസ്തീൻ ഫതഹ് വിഭാഗത്തിൻ്റെ ഒരു പ്രാതിനിധ്യം പോലും ഈ ചർച്ചകളിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പലസ്തീൻ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ശക്തമായിട്ടുള്ള ആശങ്കയുണ്ട്. അതിന്ന് പല രൂപത്തിലും അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ UN സമ്മേളനത്തിലേക്ക് പോലും മഹ്മൂദ് അബ്ബാസിനെ ഔദ്യോഗികമായിട്ട് വിസ നൽകാൻ അമേരിക്ക വിസമ്മതിക്കുകയായിരുന്നു. അദ്ദേഹം വീഡിയോ സംഭാഷണത്തിലൂടെയാണ്, പ്രസംഗത്തിലൂടെയാണ് UN പൊതുസഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ ഫലസ്തീനികൾക്ക് ഒരു പ്രാതിനിധ്യവുമില്ലാതെ ഗസയിൽ നിന്ന് അറബ് സേനയെയോ മറ്റോ അവിടെ കുടിയിരുത്തിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലുള്ള ഒരു ഗസ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക, ഫലസ്തീനികളുടെ പ്രാതിനിധ്യം എല്ലാ അർത്ഥത്തിലും നിരാകരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അമേരിക്കക്കുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫലസ്തീൻ വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥിതിയെ നേരിടണമെന്ന ഒരു തീർപ്പിലേക്ക് പല വിഭാഗങ്ങളിലാണെങ്കിലും, കാരണം നേരത്തെ ബീജിംഗിൽ നടന്ന ഒരു ഒത്തുചേരലിൽ ഫലസ്തീൻ വിഭാഗങ്ങൾ ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് കുറെ കൂടി ആശയവിനിമയം ഈ പലസ്തീൻ വിഭാഗങ്ങൾക്ക് ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ഹമാസിനെതിരായിട്ടുള്ള പലസ്തീൻ അതോറിറ്റിയുടെ, പ്രധാനമായിട്ടും ഫതഹ് വിഭാഗത്തിൻ്റെ നീക്കങ്ങൾ ഹമാസിനെ കൂടുതൽ രോഷം കൊള്ളിക്കുന്നുണ്ട്. അത്തരം സമീപനങ്ങൾ പൊതുവേദികളിൽ മഹ്മൂദ് അബ്ബാസും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും ഒരു ഫലസ്തീൻ ഐക്യത്തിന് തുരങ്കം വെക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസ് നൽകുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് ഇന്നും വ്യക്തമാക്കുന്നത്. പക്ഷേ അത് എങ്ങനെ സാധ്യമാകും? അതിൽ അമേരിക്കയുടെ വെടിനിർത്തൽ ഉണ്ടായാലും ആ തരത്തിലൊരു ചർച്ച നടന്നാലും അത് ഹമാസ് അംഗീകരിക്കുമോ എന്നൊക്കെയുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ട്രംപ് നേരത്തെ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഗസ പിടിച്ചെടുക്കുന്നു, അത് കംപ്ലീറ്റ്ലി അമേരിക്കയുടെ സംരക്ഷണത്തിലേക്ക്, ഇല്ലെങ്കിൽ അവിടെ റിസോർട്ട് തുടങ്ങുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു എന്നത് അതൊരു ഉറച്ച തീരുമാനമാണെന്ന് നേരത്തെയും പറഞ്ഞിരുന്നുവല്ലോ.
അതിന് തീർച്ചയായിട്ടും ഈ മാസം 29-നാണ് ഇപ്പം വൈറ്റ് ഹൗസിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായും നടക്കുന്ന ആശയവിനിമയങ്ങൾ വിവിധ അറബ് മുസ്ലിം രാജ്യങ്ങളുമായും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായൊക്കെ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ആ ചർച്ച. നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ച നയനിലപാടുകളിൽ നിന്ന് ഗസ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയും അവിടെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയും പലസ്തീൻ ജനതയെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പിന്തള്ളുക എന്ന ഇസ്രായേലിൻ്റെ അതേ ലക്ഷ്യവും അതേ പദ്ധതിയും തന്നെയാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ട്രംപ് ഭരണകൂടവും മുന്നിൽ കാണുന്നത്. അതിന് അനുകൂലമായിട്ട് അറബ് രാജ്യങ്ങളെ ഏതൊക്കെ രീതിയിൽ അവരെ പിന്നെ ചേർത്ത് നിർത്തണം, അവരുടെ ഉത്കണ്ഠകൾ ഏതൊക്കെ രീതിയിൽ പരിഹരിക്കണം എന്ന ഒരു ചിന്തയും ചർച്ചയും മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പോലും ഈ 20ഓളം വരുന്ന ജീവനോടെയുള്ള ബന്ദികളുടെ കാര്യത്തിൽ മാത്രമാണ് ഇന്ന് നടത്തിയ പ്രതികരണത്തിലും ട്രംപ് ആശങ്ക പഠിപ്പിക്കുന്നത്. 66,000-ഓളം പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വംശഹത്യ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ പരിക്കേറ്റ ചികിത്സയിലായിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഒരു നഗരത്തെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കുന്നു. ഏറ്റവും കുടിലമായിട്ടുള്ള വംശഹത്യ പദ്ധതികൾ അവിടെ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അതേക്കുറിച്ച് ഒരു പരിദേവനമോ ഒരു പ്രയാസമോ ഒന്നും തന്നെ ട്രംപിൻ്റെ പ്രതികരണത്തിൽ വരുന്നില്ല. അത് കൃത്യമായി തന്നെ നെതന്യാഹു എന്ത് പറയുന്നു അതിൻ്റെ അതേ തുടർച്ചകൾ തന്നെയാണ് ഈ ഘട്ടത്തിലും ട്രംപിൽ നിന്ന് നാം കാണുന്നത്. അതുകൊണ്ട് 29-ന് ട്രംപും നെതന്യാഹുവും കൂടിച്ചേരുമ്പോൾ അവരുടെ ഒരു ചർച്ചയിലൂടെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് അറബ് മുസ്ലിം ലോകം ഒരിക്കലും കരുതുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർത്തിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ളൊരു നിലപാട് അത് ഒരു പക്ഷേ ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് നീക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രീഡം ഫ്ലോട്ടില നടക്കുകയാണ്. ഗസക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഫ്ലോട്ടിലെ അതിനെ അതിശക്തമായിട്ട് ചെറുക്കുമെന്ന മുന്നറിയിപ്പുകൾ ഇസ്രായേൽ നൽകുമ്പോൾ കപ്പലുകൾ അയച്ചുകൊണ്ട് ഫ്രാൻസും അതോടൊപ്പം തന്നെ സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇറ്റലി ഒക്കെ കപ്പലുകൾ അയച്ചുകൊണ്ടാണ് ആ സംഘത്തിന് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിനോട് ഇസ്രായേൽ ഏത് രീതിയിലുള്ള സമീപനം സ്വീകരിക്കുമെന്നതും ഏറ്റവും പ്രധാനമായിരിക്കും. തുടർന്നുള്ള ഇസ്രായേലിൻ്റെ ഈ സൈനിക നീക്കത്തെ ആശ്രയിച്ചു കൂടിയായിരിക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ തുടർ സമീപനം ഉണ്ടാവുക. ധന്യ. യെസ്, MC, ഒപ്പം തന്നെ ഹൂതികളുടെ ആക്രമണം അത് ഇസ്രായേലിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് തരത്തിലായിരിക്കും തിരിച്ചടി ഉണ്ടാവുക? ധന്യ, ഇന്നലെ രാത്രിയാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒക്കെ തകർത്തുകൊണ്ടാണ് ആ മിസൈൽ കൃത്യമായി തന്നെ ഇസ്രായേൽ നഗരത്തിൽ പതിച്ചിരിക്കുന്നത്. അത് 22 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം പുറത്തു വന്നിരുന്നത്. അതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇന്നലെ തന്നെ സുരക്ഷാ സമിതി യോഗം ചേരുകയും യമന് നേരെ കൂടുതൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു ധാരണയിലെത്തി. ഇന്നിപ്പോൾ അമേരിക്കയിലേക്ക് പുറപ്പെടുമ്പോൾ വിമാനത്തിൽ വെച്ചുകൊണ്ടാണ് നെതന്യാഹു ഈ ആക്രമണത്തിന് അനുമതി നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പോർവിമാനങ്ങൾ സനായിലും പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ യമന് നേരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ്. ശരി, MCA. ഗസ വംശഹത്യക്കെതിരെ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ഗസ വംശഹത്യക്കെതിരെ ലോകം മുഴുവൻ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് മുസ്ലിം ലീഗും ഗസ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബൂ സാവേഷ് ആയിരുന്നു പരിപാടിയുടെ മുഖ്യ അതിഥി. ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണെന്നും അധിനിവേശത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും ഫലസ്തീൻ അംബാസിഡർ പറഞ്ഞു. When we talk about the question of Palestine, there is tens of thousands of issues that we can tackle. But the main issue that we should stand very strong, we the Palestinian people never ever exercise any single type of terrorist act against anyone. ഫലസ്തീൻ അറബികളുടേതാണെന്ന് ഇന്ത്യ മുൻപ് തന്നെ അംഗീകരിച്ചിരുന്നുവെന്നും
എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ അത് മറക്കുകയാണെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലോക മനസാക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും അതേ മനുഷ്യക്കുരുതി, ഫറോവയുടെ, ഫിറോവിന്റെ, ഹിറ്റ്ലറുടെ അതേ മനുഷ്യക്കുരുതി ഈ ആധുനിക യുഗത്തിൽ, ഈ മോഡേൺ യുഗത്ത്, ഈ സിവിലൈസ്ഡ് ജനതയുടെ മുമ്പിൽ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്, നടത്തുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി, മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, സ്വാമി ധർമ്മ ചൈതന്യ, ഫാദർ പോൾ തേലക്കാട്ട് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. മീഡിയ 1 കൊച്ചി. വ്യോമയാന മേഖലയിൽ ചൈനയുമായി കൈകോർത്ത് ഖത്തർ. ദോഹ വിമാനത്താവളവും ബീജിംഗ് ഡാക്സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടും ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ വഴിയൊരുക്കുന്നതാണ് കരാർ. ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ചൈന സിവിൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. സഹോദര സഹകരണ ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ധാരണാപത്രം. ഖത്തർ ചൈന ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താനും ദോഹ വഴിയുള്ള ആഗോള വ്യോമഗതാഗതം വർദ്ധിപ്പിക്കാനും കരാർ വഴി സാധ്യമാകും. ആഗോള യാത്രക്കാരുടെ ട്രാൻസിറ്റ് ഹബ്ബ് എന്ന നിലയിൽ ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനുമാകും. ഇരുപക്ഷവും തമ്മിലുള്ള ധാരണ പ്രകാരം 2 വിമാനത്താവളങ്ങളും യാത്രാ ചരക്കു നീക്കങ്ങളുടെ വർധന ഉറപ്പാക്കുന്നതിനായി സംയുക്ത പദ്ധതികൾ ആവിഷ്കരിക്കും. ചൈന സത്തേൺ എയർലൈൻസുമായി ഖത്തർ എയർവേസ് പങ്കാളിത്ത കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. വിമാനത്താവള സേവനം, സാങ്കേതിക വിദ്യ തുടങ്ങിയവയിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഖത്തറും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യോമയാന ബന്ധം, ടൂറിസം, വ്യാപാരം, വിമാനത്താവള ഓപ്പറേഷനുകൾ എന്നിവയ്ക്ക് ധാരണാപത്രത്തിലൂടെ വേഗം കൂടും. ചൈനയുമായുള്ള ഖത്തറിന്റെ തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും പുതിയ മാനങ്ങൾ കൈവരും. മീഡിയ 1 ദോഹ. UAE-യിൽ ദേശീയ ചിഹ്നങ്ങൾ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. പൊതുവ്യക്തിത്വങ്ങളുടെ രൂപം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാൻ മുൻകൂർ അനുമതി വേണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. UAE മീഡിയ കൗൺസിലാണ് മുൻകൂർ അനുമതിയില്ലാതെ ദേശീയ ചിഹ്നങ്ങൾ AI സാങ്കേതിക വിദ്യയോ സമാനമായ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. ഇത്തരം നിർമ്മിതികൾക്ക് മുൻകൂർ അനുമതി നേടിയിരിക്കണം. പൊതുവ്യക്തിത്വങ്ങളുടെ രൂപം മുൻകൂർ അനുമതിയില്ലാതെ AI ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നതും നിയമവിരുദ്ധമായിരിക്കും. തെറ്റിദ്ധാരണ, വെറുപ്പ്, വിദ്വേഷം എന്നിവ പരത്താനും മറ്റുള്ളവരെ അപമാനിക്കാനും ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. അടുത്തിടെ ഒരു സോഷ്യൽ മീഡിയ താരം UAE രാഷ്ട്രപിതാവിനൊപ്പം നിൽക്കുന്ന AI വീഡിയോ പ്രചരിപ്പിച്ചത് വിവാദത്തിന് കാരണമായിരുന്നു. മഹൽ വ്യക്തിത്വങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരം AI വീഡിയോകളെന്ന വിമർശനവും ശക്തമായിരുന്നു. മീഡിയ 1 ദുബായ്. റിയാദിൽ വാടക നിരക്ക് വർധനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി സൗദി ഭരണകൂടത്തിന്റെ ഉത്തരവ്. നിലവിലുള്ള നിരക്ക് മുകളിലും ഒരു വർധനവും അടുത്ത 5 വർഷത്തേക്ക് അനുവദിക്കില്ല. നിയമം ലംഘിച്ചാൽ 1 വർഷത്തേക്കുള്ള വാടക നിരക്കാണ് പിഴ. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിലായി. വ്യാപാരികൾക്കും വാടകക്കാർക്കും ഉൾപ്പെടെ പ്രവാസികൾക്ക് പ്രഖ്യാപനം ആശ്വാസമാകും. തോന്നും പോലെ വർദ്ധിപ്പിക്കുകയായിരുന്നു റിയാദിൽ വാടക നിരക്ക്. പലയിടത്തും 3 ഇരട്ടി വരെ വർദ്ധിച്ചു. ഇതിനുവേണ്ടി പഴയ വാടകക്കാരെ ഒഴിപ്പിക്കുന്ന പ്രവണതയും വർദ്ധിച്ചിരുന്നു. ഇതിന് പിന്നാലെ സൗദികളുടെ പരാതിയും വർദ്ധിച്ചു. അനിയന്ത്രിതമായി ഉയരുന്ന വാടക നിരക്ക് നിയന്ത്രിക്കാനാണ് സൗദി രാജാവിന്റെയും കിരീടാവകാശിയുടെയും അപ്രതീക്ഷിത ഇടപെടൽ. ഇതോടെ ഇപ്പോൾ ഓരോ കെട്ടിടത്തിനും ഈജാറിലുള്ള നിരക്കിനേക്കാൾ കൂടുതൽ ഈടാക്കാനാകില്ല. ഉത്തരവ് ഇന്ന് മുതൽ പ്രാബല്യത്തിലായി. 5 വർഷത്തേക്ക്, അതായത് ഇന്ന് മുതൽ 2030 വരെ ഉത്തരവ് ബാധകമാണ്. അതുവരെ 1 റിയാൽ പോലും വാടക നിരക്ക് ഉയർത്താനാകില്ല. റിയാദിൽ പ്രവാസികൾക്കും വ്യാപാരികൾക്കും പ്രഖ്യാപനം ആശ്വാസമാകും. വിലക്ക് ലംഘിച്ചാൽ 1 വർഷത്തേക്കുള്ള കെട്ടിടത്തിന്റെ വാടക നിരക്ക് പിഴയായി നൽകേണ്ടി വരും. ഈജാർ പ്ലാറ്റ്ഫോമിൽ കരാറുള്ള എല്ലാവർക്കും ഇതിന്റെ ഗുണം ലഭിക്കും. പലരും കെട്ടിടം വാടകയ്ക്കെടുത്ത് മേൽവാടകയ്ക്ക് കെട്ടിടം ഉയർന്ന നിരക്കിന് നൽകുന്നുണ്ട്. ഇതിനെതിരെയും മന്ത്രാലയത്തിന് പരാതി നൽകാം. ഈജാറില്ലാത്ത കെട്ടിടങ്ങൾക്കെതിരെയും ഉടൻ നടപടിക്ക് സാധ്യതയുണ്ട്. ഇതിനാൽ പ്രവാസികൾ ഈജാർ കരാർ ഉള്ള കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നതാകും ഉത്തമം. പല നിബന്ധനകളും ഇന്നിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. മോശം നിലയിലുള്ള കെട്ടിടം മോടി പിടിപ്പിച്ചാൽ മന്ത്രാലയ അനുമതിയോടെ ഉടമസ്ഥർക്ക് വാടക ഉയർത്താനാകും. ഇതിനും പരമാവധി വർധന നിരക്ക് നിയന്ത്രണമുണ്ട്. പുതിയ വാടകക്കാർക്ക് ഉയർന്ന നിരക്കിൽ കെട്ടിടം നൽകാൻ പഴയ വാടകക്കാരെ ഒഴിപ്പിക്കുന്ന പരിപാടിയും ഇനി നടക്കില്ല. നിയമമനുസരിച്ച് ഈജാറിൽ ഉള്ള വാടക നിരക്ക് ഇനി അടുത്ത 5 വർഷം ഈടാക്കാൻ കഴിയൂ. റിയാദിൽ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടക നിരക്ക് കുറക്കാനായി ഒഴിഞ്ഞ സ്ഥലങ്ങൾക്ക് ഭരണകൂടം നേരത്തെ നികുതി ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ കെട്ടിടങ്ങൾ വരുന്നതോടെ നിരക്ക് കുറക്കാനാണിത്. അത് പൂർത്തിയാക്കാനായി 5 വർഷം വരെ സമയമെടുത്തേക്കാം. ഇതുകൂടി കണക്കിലെടുത്താണ് 5 വർഷത്തേക്ക് നിരക്ക് വർധന നിയന്ത്രണം. നീക്കം പ്രവാസികൾക്ക് ഏതായാലും വലിയ സഹായമായി മാറും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1
റിയാദ്. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പേരിലുള്ള വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടി ഖത്തർ കസ്റ്റംസ്. ഹമ്മദ് തുറമുഖം വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 11,491 വ്യാജ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. വ്യാജ ബോക്സുകൾ, ബാഗുകൾ, ജ്വല്ലറി ബ്രാൻഡുകളുടെയും വ്യാജ വാറണ്ടി സർട്ടിഫിക്കറ്റുകൾ എന്നിവയും കണ്ടെടുത്തു. സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ വിശദ പരിശോധനയിലാണ് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. കുവൈത്തിൽ വ്യാജ ബാങ്ക് നോട്ടുകൾ നിർമ്മിച്ച് വിതരണം ചെയ്ത പ്രതിയെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് അറസ്റ്റ് ചെയ്തു. കൈത്താൻ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ പിടിയിലായത്. പരിശോധനയിൽ പ്രിന്റിംഗ് മെഷീനുകൾ, സ്കാനറുകൾ, മഷി പേപ്പർ കട്ടറുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. സൗദിയിൽ അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യവാസ സ്ഥലം കണ്ടെത്തി. തബൂക്കിലെ മസയൂൻ പ്രദേശത്താണ് നഗരം കണ്ടെത്തിയത്. 11,000 വർഷമാണ് ഇതിന്റെ കാലപ്പഴക്കമെന്നാണ് കണക്കാക്കുന്നത്. തബൂക്കിലെ മസയൂൻ എന്ന പ്രദേശത്താണ് പുരാതന നഗരം കണ്ടെത്തിയത്. 11,000 വർഷമാണ് ഇതിന്റെ കാലപ്പഴക്കം. ഗ്രാനൈറ്റ് കല്ലുകൊണ്ട് നിർമ്മിച്ച അർദ്ധവൃത്താകൃതിയിലുള്ള കെട്ടിടങ്ങൾ, താമസ കേന്ദ്രങ്ങൾ, സംഭരണ ഗോഡൌണുകൾ, ഇടനാഴികൾ, അടുക്കളകളും അടുപ്പുകളും ഇവിടെ നിന്ന് കണ്ടെത്തി. നിർമ്മാണ നൈപുണ്യത്തിന്റെ അടയാളങ്ങൾ ഓരോ വസ്തുവിലും കാണാം. കത്തി, വില്ല്, ധാന്യമരയ്ക്കാനുള്ള കല്ലുകൾ തുടങ്ങിയവ വേട്ടയാടലും ധാന്യകൃഷിയും ജീവിതത്തിന്റെ മുഖ്യ ആശ്രയമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. സൗദി സാംസ്കാരിക മന്ത്രിയും പൈതൃക കമ്മീഷന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാൻ കണ്ടെത്തൽ പ്രഖ്യാപിച്ചത്. ജപ്പാനിലെ കനാസാവ സർവകലാശാലയുമായി സഹകരിച്ചാണ് പുരാവസ്തു ഉത്ഖനനം. മനുഷ്യജീവിതം യാത്രികരിൽ നിന്ന് സ്ഥിരവാസത്തിലേക്ക് മാറിയ ഘട്ടത്തിന്റെ അപൂർവ തെളിവായി മാറി പുതിയ കണ്ടെത്തൽ. മീഡിയ 1, ജിദ്ദ. കുവൈത്തിലെ അബ്ദലിയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച മദ്യനിർമ്മാണ ഫാക്ടറി ആഭ്യന്തര മന്ത്രാലയം സീൽ ചെയ്തു. ക്രിമിനൽ സുരക്ഷാ വിഭാഗത്തിന്റെ റെയ്ഡിൽ 2 ഏഷ്യൻ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. ഇറക്കുമതി ബ്രാൻഡുകളുടെ പേരിൽ മദ്യം കുപ്പികളിൽ നിറച്ച് വിൽപ്പന നടത്തിയിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സ്ഥലത്തു നിന്ന് വലിയ തോതിലുള്ള നിർമ്മാണ ഉപകരണങ്ങളും വ്യാജ ലേബലുകളും വ്യാപാരമുദ്രകളും പിടിച്ചെടുത്തു. അറസ്റ്റിലായവരെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈത്തിലെ ഡെലിവറി ഡ്രൈവർമാരുടെ തൊഴിൽ സുരക്ഷയ്ക്കായുള്ള അവബോധ ക്യാമ്പയിൻ വിജയകരമായി സമാപിച്ചു. ആഭ്യന്തര മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി അനസ് അൽ ഷഹീൻ പങ്കെടുത്തു. നിലവിൽ രാജ്യത്ത് 40,000 ഡെലിവറി ഡ്രൈവർമാർ പ്രവർത്തിക്കുന്നതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. തൊഴിൽ സുരക്ഷാ നടപടികൾ കൂടുതൽ ഫലപ്രദമായി പാലിക്കുന്നതിനും സ്ഥാപനങ്ങളിൽ നിന്നും ഡ്രൈവർമാർക്ക് കൂടുതൽ പിന്തുണ ഉറപ്പാക്കുന്നതിനുമായിരുന്നു ക്യാമ്പയിന്റെ ലക്ഷ്യം. കുവൈത്തിൽ ഈ വർഷം വിവാഹമോചനം നേടിയത് 2,600-ലധികം ദമ്പതികൾ. നീതിന്യായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി 1 മുതൽ ജൂലൈ 31 വരെയുള്ള 222 വിവാഹമോചന കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വിവാഹം പൂർത്തിയാകുന്നതിന് മുൻപ് 287 സ്ത്രീകൾ വിവാഹമോചനം നേടിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 7 മാസത്തിനിടെ 5,993 വിവാഹങ്ങളിൽ 75% കുവൈറ്റ് പൗരന്മാർ തമ്മിലായിരുന്നു. വിവാഹമോചന പ്രവണത കുറയ്ക്കാൻ കൌൺസിലിംഗ് കേന്ദ്രങ്ങളുടെ പങ്ക് ശക്തിപ്പെടുത്തുമെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പുരസ്കാരങ്ങൾ റിയാദിൽ വിതരണം ചെയ്തു. ബിസിനസ് രംഗത്ത് നേട്ടം സൃഷ്ടിച്ചവർക്കായി പ്രഖ്യാപിച്ച പുരസ്കാരങ്ങൾ സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടറാണ് സമ്മാനിച്ചത്. റിയാദിൽ 6 പേരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഫ്യൂച്ചർ സമ്മിറ്റിന്റെ റിയാദ് എഡിഷന്റെ പ്രൗഢമായ ചടങ്ങിലാണ് ബിസിനസ് രംഗത്തെ അധികായർ അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ അൽ ഷമരി, മീഡിയ 1 CEO മുഷ്താഖ് അഹമ്മദ് എന്നിവർ ചേർന്ന് അവാർഡുകൾ സമ്മാനിച്ചു. ബിസിനസ് കൺസൾട്ടിംഗ് രംഗത്തെ മികവിനുള്ള അവാർഡ് അറബ് ഡ്രീംസ് മാനേജിംഗ് ഡയറക്ടർ അമീർ മുസ്തഫ, CEO മുനീർ മുസ്തഫ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വുമൺ എന്റർപ്രിനർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയ അൽബീനിയ ഫൗണ്ടറും ഉടമസ്ഥയുമായ സുനിത സുരേഷും അവാർഡ് ഏറ്റുവാങ്ങി. ലോജിസ്റ്റിക്സ് മേഖലയിലെ മികവിനുള്ള പുരസ്കാരം EC കാർഗോക്കായിരുന്നു. ചെയർമാൻ ആതിഫ് അബ്ദുള്ളയും MD അഷ്റഫ് കൊപ്പക്കാരെയുമായിരുന്നു ജേതാക്കൾ. പുരസ്കാരം
ആതിഫ് അബ്ദുള്ള ഏറ്റുവാങ്ങി. IT മേഖലയിലെ മികവിനുള്ള പുരസ്കാരം സിവ്ര ടെക്നോളജീസ് ഫൗണ്ടറും സിഇഒയുമായ മഹറൂഫ് പുളമണ്ണയും ഏറ്റുവാങ്ങി. എക്സലൻസ് ഇൻ ഫിനാൻഷ്യൽ കൺസൾട്ടിംഗ് ആൻഡ് അഡ്വൈസറി അവാർഡ് സ്വന്തമാക്കിയ ആക്യുറേറ്റ് ഗ്ലോബലിന്റെ സിഇഒ നൌഷാദ് മുഹമ്മദും അവാർഡ് ഏറ്റുവാങ്ങി. ഫിൻടെക് സെക്ടർ എക്സലൻസ് അവാർഡ് ലഭിച്ചത് എത്തിക് ഫിൻ കോ ഫൗണ്ടറും സിഇഒയുമായ VK നദീറിനാണ്. ഇദ്ദേഹവും പുരസ്കാരം ഏറ്റുവാങ്ങി. ഫ്യൂച്ചർ സമ്മിറ്റിലെത്തിയ ബിസിനസ് രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് ദാന ചടങ്ങ്. മീഡിയ വൺ, റിയാദ്. സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിച്ച ഫ്യൂച്ചർ സമ്മിറ്റിന് റിയാദിൽ പ്രൗഢമായ കൊടിയിറക്കം. റിയാദിലും ബിസിനസ് സമൂഹത്തിന്റെ വൻ പങ്കാളിത്തത്തോടെയായിരുന്നു ഫ്യൂച്ചർ സമ്മിറ്റ്. സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സൗദിയിലെ അടുത്ത എഡിഷൻ ജിദ്ദയിലാണ്. കിഴക്കൻ പ്രവിശ്യയിലെ കോബാർ കടന്ന് റിയാദിലെത്തിയപ്പോഴും മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് ബിസിനസ് സമൂഹം ഏറ്റെടുത്തു. പ്രൗഢമായ സദസ്സിന് മുന്നിൽ സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ അൽ ഷംരി ഉദ്ഘാടനം നിർവഹിച്ചു. Unfortunately, 95 years ago, we didn't have any school in Saudi Arabia. We had no streets. We had no hospitals. We had no economy. Today, we celebrate the largest economy in the Middle East. That with the growth of our economy from $1.2 trillion to 2.6, we need 14 million people to come to Saudi Arabia, and we're hoping that we're going to become the largest country to receive the Indian community on its soil. മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് ഫ്യൂച്ചർ സമ്മിറ്റിനെ പരിചയപ്പെടുത്തി. ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ഇംബെക്സ് മാനേജിംഗ് ഡയറക്ടർ നുവൈസ് ചേനങ്ങാടൻ, റാക്കോ ഹോൾഡിംഗ് സിഇഒ റഹീം പട്ടർകടവൻ, മീഡിയ വൺ കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി സിദ്ദീഖ് ജമാൽ, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ജനറൽ മാനേജർ PBM ഫർമീസ്, GCC ജനറൽ മാനേജർ സൊവാബ് അലി എന്നിവർ സന്നിഹിതരായിരുന്നു. ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ജിദ്ദ എഡിഷന്റെ പ്രഖ്യാപനം മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് നടത്തി. മീഡിയ വൺ, റിയാദ്. കുവൈത്ത് പ്രവാസി വിദ്യാർത്ഥി ജേക്കബ് വർഗീസിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകാൻ ഡൽഹി ഹൈക്കോടതി ബാംഗ്ലൂരുവിലെ ഡിയാന കോളേജ് ഓഫ് നഴ്സിംഗിൽ ഉത്തരവിട്ടു. 2021 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ 2 വർഷത്തെ മുഴുവൻ ഫീസ് അടച്ചാൽ മാത്രമേ തിരികെ നൽകൂ എന്ന കോളേജിന്റെ നിലപാടിനെതിരെ ജേക്കബ് ഹർജി നൽകിയിരുന്നു. പ്രവാസി ലീഗൽ സെല്ലിന്റെ സഹായത്തോടെയാണ് ജേക്കബ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി UGCയെ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു. കുവൈത്തിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന താപനിലയും രാത്രികളിൽ മിതമായ കാലാവസ്ഥയും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച 39 മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും ശനിയാഴ്ച ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥയും തുടരും. രാത്രി സമയങ്ങളിൽ കുറഞ്ഞ താപനില 21 മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ മൺസൂൺ ന്യൂനമർദ്ദം ക്രമേണ കുറയുന്നതും അറേബ്യൻ ഉപദ്വീപിലെ ഉയർന്ന മർദ്ദം ശക്തി പ്രാപിക്കുന്നതുമാണ് നിലവിലുള്ള കാലാവസ്ഥാ സാഹചര്യത്തെ സ്വാധീനിക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് വിശദീകരിച്ചു. ഖത്തർ മ്യൂസിയംസിന്റെ വാർഷിക സീസൺ ഒക്ടോബർ 23-ന് ആരംഭിക്കും. ഇക്കാലയളവിൽ നടക്കുന്ന പ്രദർശനങ്ങളുടെയും പരിപാടികളുടെയും പട്ടിക അധികൃതർ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ 50 വർഷത്തെ സാംസ്കാരിക യാത്രയെ പരിചയപ്പെടുത്തുന്ന എവല്യൂഷൻ നാഷൻ എന്ന പരിപാടിയുടെ ഭാഗമായാണ് സീസൺ അരങ്ങേറുന്നത്. 2005-ലാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് ഖത്തർ മ്യൂസിയം സ്ഥാപിതമായത്. സൗദി KMCC സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന അന്തരിച്ച C. ഹാഷിമിന്റെ ഓർമ്മ പുസ്തകം യാ ഹബീബിയുടെ സൗദി തല പ്രകാശനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് നേതാവും MP-യുമായ ET മുഹമ്മദ് ബഷീർ പുസ്തക പ്രകാശനം ചെയ്തു. പ്രവിശ്യയിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിലുള്ളവർ സംബന്ധിച്ചു.
സൗദി കിഴക്കൻ പ്രവിശ്യ KMCC തയ്യാറാക്കിയ എഞ്ചിനീയർ സി ഹാഷിം ഓർമ്മ പുസ്തകം യാ ഹബീബിയുടെ സൗദി തല പ്രകാശനം നിർവഹിച്ചു. ദമ്മാം ഫൈസലിയയിലെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയും MP-യുമായ ET മുഹമ്മദ് ബഷീർ പുസ്തകം പ്രകാശനം ചെയ്തു. ഇറാം ഹോൾഡിംഗ് CMD ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP സൈദലബി സി ഹാഷിം അനുസ്മരണ പ്രഭാഷണം നടത്തി. സാംസ്കാരിക സമ്മേളനം KMCC സൗദി പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ ഉദ്ഘാടനം ചെയ്തു. കിഴക്കൻ പ്രവിശ്യ KMCC പ്രസിഡന്റ് മുഹമ്മദ് കുട്ടിക്കോടൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ TP മുഹമ്മദ് പുസ്തകം പരിചയപ്പെടുത്തി. സിദ്ദീഖ് പാണ്ഡികശാല, പുസ്തകത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ച മാലിക് മക്ബോൽ, അഹമ്മദ് പുളിക്കൽ, അബ്ദുൽ ഹമീദ് C, പ്രദീപ് കൊട്ടിയം, KM ബഷീർ, CH മൗലവി, സൈനു കുമ്മളി എന്നിവർ സംസാരിച്ചു. അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി. ആലിക്കുട്ടി ഒളവട്ടൂർ, അഷ്റഫ് ഗസാൽ, റഹ്മാൻ കാര്യാട്, കബീർ കൊണ്ടോട്ടി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. പ്രവാചകൻ നീതിയുടെ സാക്ഷ്യം എന്ന പേരിൽ ബഹ്റൈനിൽ ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. റിഫ ദിശ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക മതരംഗത്തെ നേതാക്കൾ പങ്കെടുത്തു. എഴുത്തുകാരനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. സൗദിയിലെ റിയാദ് മലപ്പുറം ജില്ലാ KMCCയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാപ്പിള കലോത്സവം അടുത്ത വെള്ളിയാഴ്ച അവസാനിക്കും. കഴിഞ്ഞ 3 മാസമായി നടന്നുവരുന്ന കലോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ് നടക്കാനിരിക്കുന്നത്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അതിഥിയായെത്തും. മലപ്പുറം ജില്ലാ KMCC സ്വത്വം സമന്വയം അതിജീവനം എന്ന പ്രമേയത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മാപ്പിള കലോത്സവം നടന്നുവരുന്നത്. കാലിഫ് കലയുടെ കാഴ്ചകൾ എന്ന പേരിലാണ് പരിപാടി. അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും ഗ്രാൻഡ് ഫിനാലെ. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ, മാപ്പിളപ്പാട്ട് ഗായകനും രചയിതാവുമായ റഷീദ് മോഹൻ തുടങ്ങിയവർ അതിഥികളായെത്തും. റിയാദ് മലാസിലെ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയമായിരിക്കും വേദി. ഉച്ചക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെയായിരിക്കും പരിപാടി. നാട്ടിൻപുറങ്ങളിലെ കലോത്സവ വേദികളൊക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, പ്രവാസത്തിന്റെ ഒരുപാട് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം കൂടിയാണ്. എന്നാൽ ആ ദൗത്യം റിയാദ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുകയും കാലിഫ് കലയുടെ കാഴ്ചകൾ എന്ന പേരിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മാപ്പിള കലോത്സവം പ്രഖ്യാപിക്കുകയും അതിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ് അതിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായി നടന്നുവരുന്ന കലോത്സവത്തിന്റെ ഫൈനൽ ദിവസത്തിൽ സാംസ്കാരിക സംഗമം, എക്സിബിഷൻ, പുസ്തകമേള, മാപ്പിളപ്പാട്ട് രചനാ വൈവിധ്യങ്ങൾ, മാപ്പിള കലകൾ, പാനൽ ചർച്ചകൾ, ഓതർ ഇവന്റുകൾ തുടങ്ങിയവയും ഉണ്ടാകും. വനിതകൾക്കായി പാചക മത്സരം, മെഗാ മെഹന്തി മത്സരം, കുട്ടികൾക്കായി കളറിംഗ്, ഡ്രോയിംഗ് മത്സരങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. ഷൌക്കത്ത് കടമ്പോട്ട്, ഷെരീഫ് അരീക്കോട്ട്, അർഷാദ് ബാ ഹസൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിന് കീഴിൽ അന്താരാഷ്ട്ര മാനുസ്ക്രിപ്റ്റ് പഠന കേന്ദ്രം ആരംഭിക്കുന്ന പദ്ധതിക്ക് ദോഹയിൽ തുടക്കമായി. ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന അന്താരാഷ്ട്ര സെമിനാറോടെയാണ് പദ്ധതിക്ക് തുടക്കമായത്. ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പൽ CM അബ്ദുസമദ് ഫൈസി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷിഹാബുദ്ദീൻ ഹുദവി, ഡോക്ടർ അലി അക്ബർ ഹുദവി എന്നിവർ വിഷയാവതരണം നടത്തി. ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് സ്കോളർ മാഹിർ അസാഹിർ മോഡറേറ്ററായിരുന്നു. 95ാമത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സൗദിയിലെ വിവിധയിടങ്ങളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. KMCCയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. നജ്റാൻ, ജീസാൻ, ബിഷ തുടങ്ങിയ പ്രവിശ്യകളിലാണ് KMCCയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. അന്നം തരുന്ന നാടിന് ഒരു തുള്ളി രക്തം എന്ന ശീർഷകത്തിലായിരുന്നു ക്യാമ്പ്. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ രക്തദാന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി. ഈ മാസം 30 വരെ പദ്ധതി തുടരും. നജ്റാൻ KMCC സെൻട്രൽ കമ്മിറ്റി കിങ് ഖാലിദ് ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് ഒരുക്കിയത്. സലീം ഉപ്പള, സത്താർ തച്ചനാട്ടുകര, ഹാരിസ് കൊടുവള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. KMCC ജീസാൻ സെൻട്രൽ കമ്മിറ്റിയുടെ ക്യാമ്പ് ജീസാൻ പ്രിൻസ് മുഹമ്മദ് ബിൻ നാസർ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ഷംസു പൂക്കോട്ടൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സാബിരി യഹ്യഗാവി, ഖാലിദ് പടല, ഡോക്ടർ മൻസൂർ നാലകത്ത് തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. ബിഷ KMCCയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ഒരുക്കിയത് കിങ് അബ്ദുള്ള ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു.
സാല കബത്തി ഉദ്ഘാടകനായി. ഹംസ ഉമർ, ഫാരിസ്, ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ പ്രവിശ്യകളിലായി നടത്തിയ ക്യാമ്പുകളിൽ പ്രവർത്തകരടക്കം നിരവധി ആളുകൾ പങ്കാളികളായി. മുജീബ് എള്ളുവിള, മീഡിയ 1, അബഹ. ജിദ്ദയിൽ സൗദി ദേശീയ ദിനത്തിന്റെ ഭാഗമായി OICC രക്തദാന ക്യാമ്പും ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. മലപ്പുറം ജിദ്ദ കമ്മിറ്റിയുടെ കീഴിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി പ്രവർത്തകർ രക്തദാനം നടത്തി. IMC ഹോസ്പിറ്റലുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. ജിദ്ദ റീജിയണൽ കമ്മിറ്റി അംഗം CTP ഇസ്മായിൽ, ഡോക്ടർ അഹമ്മദ് ഷെയ്ഖ് ഇസ്മായിൽ കൂരിപ്പോയിൽ, UM ഹുസൈൻ മലപ്പുറം, ഫൈസൽ മക്കരപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. സൗദി ജുബൈൽ കാരുണ്യസ്പർശം കൂട്ടായ്മ സൗദി ദേശീയ ദിനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ലോക കേരള സഭാംഗം അനീഫ മൂവാറ്റുപുഴ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ പ്രഭാഷണം നിർവഹിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ലഹരി എന്ന പേരിൽ നാടകവും അവതരിപ്പിച്ചു. റഫീഖ് പാനൂർ, ജലീൽ പാലക്കാട്, സുബൈർ താമരശ്ശേരി എന്നിവർ സംസാരിച്ചു. അൻസാർ വയനാട്, നസർ കണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി. ലോകത്തെ ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ദുബൈയിൽ ഒത്തുകൂടി. RTA സംഘടിപ്പിക്കുന്ന വേൾഡ് കോൺഗ്രസ് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ടിലാണ് കമ്പനികൾ പങ്കെടുത്തത്. ഡ്രൈവറില്ലാ കാറുകളും ബോട്ടുകളും തുടങ്ങി പറക്കുന്ന ടാക്സികൾ വരെ വേദിയിൽ പ്രദർശിപ്പിച്ചു. ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പുതിയൊരു ലോകം തുറക്കുകയാണ് ദുബായ്. വേൾഡ് കോൺഗ്രസ് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് പൂർണ്ണമായി ഓട്ടോണമസായി പ്രവർത്തിക്കുന്ന ഒരു റോബോ സ്വീപ്പറാണ് ഈ കാണുന്നത്. ഒരു നഗരത്തെ വൃത്തിയാക്കാൻ മറ്റാരുടെയും സഹായമില്ലാതെ ഈ ഒരു റോബോ സ്വീപ്പറിന് കഴിയും. ഒരു കപ്പിത്താനുമില്ലാതെ കടലിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കാൻ കഴിയുന്ന ഒരു ഓട്ടോണമസ് ബോട്ടാണ് ഈ കാണുന്നത്. ഒരു റോബോ ബസ്സാണിത്. നാളെ ദുബൈയിൽ ഇത് കാണാനുള്ളതാണ്. ദുബായ് RTA ആണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 360 ഡിഗ്രിയും ഈ വാഹനത്തിന് നിരീക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ദുബൈയിൽ വരാൻ പോകുന്ന എയർ ടാക്സികൾ എങ്ങനെയായിരിക്കുമെന്ന് വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി സന്ദർശകരെ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. നമുക്കിവിടെ കാണാം ആളുകൾ എത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു എയർ ടാക്സിയുടെ ഈ ഒരു രൂപത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത്. We're an all-electric vertical takeoff and landing air taxi designed for going within cities. So specifically, let's say the Marina to Dubai Airport. It's 6 propellers in 4 passengers and a pilot. VR ഇവിടെ യൂസ് ചെയ്ത് നോക്കി. ഏരിയൽ ടാക്സി ഫ്യൂച്ചറിലേക്ക് ഇതൊക്കെ വരും എന്നുള്ള ഒരു നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫീലുണ്ട്. നല്ല ദുബായ് ഒരു വേൾഡ് ഹബ്ബ് ആണെന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് UAEയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ എയർ ടാക്സികൾ. 2 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ 4 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഫ്യൂച്ചർ ടാക്സികളുണ്ട്. മികച്ച ഫീച്ചറുകളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. നാളത്തെ ലോകം എങ്ങനെയാണെന്ന് കാട്ടിത്തരികയാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ക്യാമറമാൻ യാസിർ അർഫാത്തിനൊപ്പം അക്ഷയ് പേരാവൺ, മീഡിയ 1. ആഗോള രുചിക്കൂട്ടുകളുമായി ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ കുവൈറ്റിൽ ആരംഭിച്ചു. 2 ആഴ്ച നീളുന്ന ഫെസ്റ്റിവൽ അൽറായി ഔട്ട്ലെറ്റിൽ നടി അനശ്വര രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു മാനേജ്മെന്റും സ്പോൺസർമാരും ചടങ്ങിൽ പങ്കെടുത്തു. നിത്യോപയോഗ സാധനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഫെസ്റ്റിവലിൽ ലഭ്യമാണ്. ഫെസ്റ്റിവലിന്റെ ഭാഗമായി മത്സരങ്ങളും സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. സൂപ്പർ ലീഗ് കേരള 1ാം സീസണിലെ കാണികളുടെ സാന്നിധ്യമാണ് 2ാം സീസണിനും പ്രചോദനമായതെന്ന് SLK മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ. തൃശൂരും കണ്ണൂരും മത്സരങ്ങൾ വരുന്നതോടെ ആവേശം ഇരട്ടിയാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിന്റെ ഒരുക്കങ്ങൾ അദ്ദേഹം മീഡിയ 1മായി പങ്കുവച്ചു. നമുക്കൊപ്പം ശ്രീ ഫിറോസ് മീരാൻ ചേരുകയാണ്, MD SLK. നമസ്കാരം. ആദ്യ സീസണിലെ വിജയം, അതിൽ നിന്ന് നേടിയ അനുഭവങ്ങൾ, അതാവും 2ാം സീസണിലും ഇത്ര ആവേശത്തോടു കൂടി തന്നെ ഇറങ്ങാൻ കാരണം അല്ലേ? 6 ടീംസ് ഉണ്ടായിരുന്നു, 4 സ്റ്റേഡിയംസ് ഉണ്ടായിരുന്നു. റെസ്പോൺസ് പോസിറ്റീവ് ആയിരുന്നു. ഓഡിയൻസസ് എല്ലാ സ്ഥലത്തും, അത് നോർത്ത് കേരള, സെൻട്രൽ അല്ലെങ്കിൽ സൗത്ത്, എല്ലായിടത്തുനിന്നും എല്ലാ
കളി നടന്ന എല്ലായിടത്തും ഓഡിയൻസ് ഉണ്ടായിരുന്നു. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻസ്പിറേഷനായിരുന്നു. ഇപ്പോൾ ഫൈനൽസിൽ ഞങ്ങൾക്കൊരു 45,000 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളത് കാണുന്നത്. അതൊരു സെക്കൻഡ് സീസണിലേക്കുള്ളൊരു ഇൻസ്പിറേഷനാണ്. രണ്ടാമത്തെ സീസണിൽ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ രണ്ട് ലൊക്കേഷൻസിൽ കൂടി ഗെയിം എക്സ്പാൻഡ് ചെയ്യുകയാണ്, തൃശ്ശൂരും കണ്ണൂരും. ക്ലബ്ബുകളും ISL താരങ്ങളെ, വിദേശ താരങ്ങളെയൊക്കെ ഇറക്കി അവരുടെ ഫാൻസിനൊക്കെ വലിയ ആവേശം നൽകുന്ന രീതിയിലുള്ള ഒരു ടീം സെലക്ഷനാണ്. അതെ, വളരെ അവർ വളരെ കോമ്പറ്റേറ്റീവാണ്. അവർ എല്ലാവരും ഈ തവണ ഒരു കോമ്പറ്റേറ്റീവ് ഗെയിം ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് സീസൺ കഴിഞ്ഞതിൻ്റെ കുറേ ലേണിങ്സ് ഉണ്ട്. അത് പ്ലെയർ സെലക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജിയിലാണെങ്കിലും അതിൻ്റെ അവരൊരു ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ അത് ഒത്തിരി ലേണിങ്സ് ഉണ്ട്. അപ്പം ഗെയിമും കാണുന്നവർക്കും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ നോട്ടിസബിളായിട്ട് കാണാനും പറ്റും. ഇത്തവണ പല ക്ലബ്ബുകൾക്കും വനിതാ ഫാൻസ് ക്ലബ്ബുകളുണ്ട്. അത് നമ്മൾ അമ്പരപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് കൂടിയുള്ള സൗകര്യങ്ങൾ സ്വാഭാവികമായി ഗ്രൗണ്ടിലുണ്ടാകും. അത് നമ്മൾ ഒട്ടും റെക്കഗ്നൈസ് ചെയ്യാത്തൊരു ഫാക്ടറാണ്. ഫാമിലീസാണ് കൂടുതൽ, ആസ് മച്ച് ആസ് യങ്സ്റ്റേഴ്സ് പോലെ തന്നെ ഫാമിലീസും ലേഡീസും വിമനും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാകുക, ഫാമിലി ആയിട്ട് വന്നത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പം പറഞ്ഞ പോലെ വിമൻസ് ഫാൻ ക്ലബ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തവണയും നമ്മൾ കൂടുതൽ അത് നമുക്കൊരു നമ്മളുടെ സ്റ്റേഡിയംസ് എന്തോരം ബെറ്റർ ആവുമോ, അത് അവരുടെ ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റുക, അവർക്ക് സേഫായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ മാറ്റിമറിക്കുക. എന്തായാലും ഉദ്യമത്തിന് മീഡിയ വണ്ണിൻ്റെ എല്ലാവിധ വിഭാഗങ്ങളും ഞങ്ങളും ഒപ്പമുണ്ട്. താങ്ക് യു സോ മച്ച്. യോഗ്യതാ മത്സരത്തിലെ ഉജ്ജ്വല പ്രകടനത്തോടെ കുവൈറ്റിന് AFC ഫുട്സാൽ ഏഷ്യൻ കപ്പിന് യോഗ്യത. കുവൈത്തിൽ നടന്ന ഗ്രൂപ്പ് എ യോഗ്യതാ മത്സരത്തിൽ 3 മത്സരങ്ങളിൽ 2 ജയവും 1 സമനിലയുമായി തോൽവി അറിയാതെയാണ് കുവൈത്തിന്റെ കുതിപ്പ്. ഇന്ത്യയുമായി ആദ്യ മത്സരത്തിൽ 4-1 വിജയിച്ച കുവൈറ്റ് അടുത്ത മത്സരത്തിൽ മംഗോളിയെ 2-6 തകർത്തിരുന്നു. ഇതോടെ യോഗ്യത ഉറപ്പാക്കിയ കുവൈറ്റ് അവസാന മത്സരത്തിൽ ആസ്ട്രിയയോട് 2-2 സമനിലയിൽ പിരിഞ്ഞു. ജനുവരിയിൽ ഇന്തോനേഷ്യയിലെ ക്വാലാലംപൂരിലാണ് AFC ഏഷ്യൻ കപ്പ് ഫുട്സാൽ. ദുബൈയിൽ വ്യാജ കമ്പനികൾ ഉണ്ടാക്കി വ്യാപകമായി വിസ തട്ടിപ്പ് നടത്തിയ കേസിൽ 161 പേർക്ക് കോടതി വൻ തുക പിഴ വിധിച്ചു. 152 ദശലക്ഷം ദിർഹമാണ് പ്രതികൾ പിഴ നൽകേണ്ടത്. മുഴുവൻ പ്രതികളെയും നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ദുബായ് സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻസി കോടതിയാണ് 161 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് നിർമ്മിച്ച കടലാസ് കമ്പനികളുടെ മറവിൽ പ്രതികൾ വിവിധ രാജ്യക്കാരിൽ നിന്ന് വൻതുക ഈടാക്കി വിസക്കച്ചവടം നടത്തുകയായിരുന്നു. ശേഷം മുന്നറിയിപ്പില്ലാതെ കമ്പനി അടച്ചുപൂട്ടി. വിവിധ വാണിജ്യ സ്ഥാപനങ്ങളുടെയും മറ്റും മറവിൽ നേടിയ എൻട്രി പെർമിറ്റുകൾ പ്രതികൾ ചൂഷണം ചെയ്തതായും കോടതി കണ്ടെത്തി. താമസ തൊഴിൽ നിയമ ലംഘനങ്ങളോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് അധികൃതർ പറഞ്ഞു. സമാനമായ മറ്റൊരു കേസിൽ അടുത്തിടെ 21 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരുന്നു. മീഡിയ വൺ, ദുബായ്. ഇന്റർപോൾ അന്വേഷിച്ചിരുന്ന 2 പ്രതികൾ ഷാർജയിൽ അറസ്റ്റിലായി. ഇവരെ ഉസ്ബെക്കിസ്ഥാൻ, നേപ്പാൾ അധികൃതർക്ക് കൈമാറി. വിവിധ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന UAEയിൽ 20 വർഷം പിന്നിടുന്നു. 20ാം വാർഷികാഘോഷ പരിപാടിയുടെ പോസ്റ്റർ അലുമിനി രക്ഷാധികാരി VA ഹസൻ പ്രകാശനം ചെയ്തു. പരിപാടിയുടെ പ്രോമോ വീഡിയോയും പുറത്തിറക്കി. നവംബർ 23 ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിലാണ് വാർഷികാഘോഷം ഒരുക്കുന്നത്. പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബക്കർ അലി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ ലുലു ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ VI സലീം, ഹോട്ട്പാക്ക് ഗ്ലോബൽ MD PB അബ്ദുൾ ജബ്ബാർ, ഫൈൻ ടൂൾസ് മാനേജിംഗ് ഡയറക്ടർ VK ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ദുബായ് CSI മലയാളം ഇടവകയുടെ ഒരു വർഷം നീണ്ട സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുന്നു. സമാപന സമ്മേളനം ഈ മാസം 27-ന് ദുബായ് ഊദ് മേത്ത ജെംസ് പ്രൈവറ്റ് സ്കൂളിൽ നടക്കും. മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ മുഖ്യാതിഥിയായിരിക്കും. മാർത്തോമാ സഭയുടെ അടൂർ ഭദ്രാസനാധിപൻ ബിഷപ്പ് മാത്യൂസ് മാർ സെറാഫീം അപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ലോകത്തിന്റെ രുചി വൈവിധ്യങ്ങൾ ഒരു മേൽക്കൂരയിൽ ഒരുക്കി. സലാലയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി. സെപ്റ്റംബർ 30 വരെ മേള നീണ്ടു നിൽക്കും. ടേസ്റ്റ് ഓഫ് തോഫാർ എന്ന പേരിൽ സെലാലയിലെ ഔക്കത്ത് സാദാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലാണ് വിപുലമായ ഭക്ഷ്യമേളക്ക് തുടക്കമായത്. ഔക്കത്ത് നെസ്റ്റോയിൽ നടന്ന ചടങ്ങിൽ സ്വദേശി പ്രമുഖൻ മുഹമ്മദ് അബ്ദുൽ കരീം ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികളും സംബന്ധിച്ചു. സെപ്റ്റംബർ 30 വരെ വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെയാണ് മേളയുണ്ടാവുക. ലോഫാറിന്റെ സമ്പന്നമായ ഭക്ഷ്യപാരമ്പര്യത്തെയും ലോകത്തിന്റെ വിവിധ പരമ്പരാഗത ഭക്ഷണ രീതികളെയും സമന്വയിപ്പിക്കുന്നതാണ് മേള. ഒമാനി, ഇന്ത്യൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റാളുകൾ, ലൈവ് പാചകം, ആകർഷകമായ പ്രൊമോഷനുകൾ എന്നിവയിലൂടെ മേള ഒരു ഷോപ്പിംഗ് അനുഭവമായിരിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. നെസ്റ്റോള് ഫുഡ് ഫെസ്റ്റിവൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മുതൽ ഇനോഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓൾ ഓവർ വേൾഡിൻ്റെ എല്ലാ ടേസ്റ്റുകളും നമുക്ക് കസ്റ്റമേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നടത്തുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഒരു മെയിൻ ഘടകമാണ്. അതുകൂടാതെ തന്നെ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വരുമ്പോൾ ഷോപ്പിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു നെസ്റ്റോൻ്റെ ഒരു പോളിസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഫുഡ് ഫെസ്റ്റിവൽ ഇപ്പോൾ സലാലയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും വന്ന് നമ്മുടെ ഫുഡുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിൽ ഇൻക്ലൂഡിങ് ഈ ഹോട്ട് ഫുഡ്, ബേക്കറി, അത് മാത്രമല്ലാതെ വെജിറ്റബിൾ, അതേമാതിരി തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ, അതേമാതിരി ഗ്രോസറീസ്, ഫുഡിൽ, ഇതിലെല്ലാത്തിലും നമ്മൾ പ്രൊമോഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തിലാണ് മേള അരങ്ങേറുന്നത്. കുടുംബങ്ങൾക്കും സന്ദർശകർക്കും പ്രത്യേക ഇടവും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 സലാല. UAE-ലെ മുതിർന്ന മലയാളി ഡോക്ടർമാരെ ആദരിച്ചു. ഡോക്ടർമാരുടെ സംഘടനയായ AKMG-യുടെ വേനൽക്കാല ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപനത്തിന്റെ ഭാഗമായായിരുന്നു ആദരം. ക്യാമ്പയിന്റെ സമാപന സമ്മേളനത്തിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് മുതിർന്ന മലയാളി ഡോക്ടർമാരെ ആദരിച്ചത്. ഡോക്ടർ ആസാദ് മൂപ്പൻ, സിറാജുദ്ദീൻ, മൊയ്തീൻ അബ്ദുൽ ലത്തീഫ്, ഷൺമുഖൻ പിള്ള, അഹമ്മദ് തൊട്ടിയിൽ, മുഹമ്മദ് കാസിം, ഹലീമ, PMM സെയ്ദ്, CI ജോസഫ്, നസീം അഹമ്മദ് എന്നിവർ ആദരം ഏറ്റുവാങ്ങി. വേനൽക്കാല ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകിയവരെയും ആദരിച്ചു. ചടങ്ങിൽ AKMG പ്രസിഡന്റ് ഡോക്ടർ സുഗു മലയിൽ കോശി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ നിദ സലാം, നിർമ്മല രഘുനാഥൻ, പ്രേമ എബ്രഹാം, പങ്കജം ഇന്ദ്രജിത്ത്, നയീം മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദുബായ്.